LIC ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. കൂട്ടുകാരെ, കുറച്ചുനാൾ മുമ്പ് എനിക്കൊരു ക്ലയന്റിന്റെ മെസ്സേജ് വന്നിരുന്നു. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് കുഞ്ഞിന്റെ ഭാവിയുടെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ കസ്റ്റമറിന് ഒരു ചെറിയ തെറ്റുപറ്റി. ഈ കസ്റ്റമർ ഉപദേശം ചോദിച്ചത് ഒരു LIC ഏജന്റിന്റെ അടുത്തായിരുന്നു. കൂട്ടുകാരെ, ഒരു LIC ഏജന്റിന് പോളിസി വിൽക്കാൻ നന്നായിട്ട് അറിയാം. പോളിസിയെ നല്ല രീതിക്ക് വിശദീകരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന വഴി സന്തോഷത്തോടെ മേടിക്കും. ചിലപ്പോഴൊക്കെ ഈ LIC ഏജന്റ് നമ്മുടെ സ്വന്തം CA തന്നെ ആവാറുണ്ട്, അഥവാ ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വന്തക്കാർ തന്നെ ആവാറുണ്ട്. വരൂ, നമുക്കൊരു ഉദാഹരണം നോക്കാം. പോളിസിയുടെ കാര്യങ്ങൾ LIC ഏജന്റ് എങ്ങനെ പറയുമെന്നൊന്ന് നോക്കാം. 22 വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ മക്കൾക്ക് കോളേജിൽ പോകേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ LIC താങ്കൾക്ക് ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ അക്കൗണ്ട് ഉണ്ടാക്കി തരുന്നതാണ്. താങ്കളുടെ മക്കൾക്ക് 22 വയസ്സാകുമ്പോൾ താങ്കൾക്ക് 1 കോടി രൂപ കിട്ടും. അതൊരു പ്രോമിസ് മാത്രമല്ല, പക്ഷേ LIC താങ്കൾക്ക് ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി തരും. ഈ പോളിസി താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾക്ക് ഈ 1 കോടിയുടെ 5% മാത്രം അടച്ചാൽ മതി. അതായത് 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം അടയ്ക്കേണ്ടത് 7 വർഷം വരെ മാത്രം. ആദ്യ അടവിൽ നിന്ന് 22 വർഷങ്ങൾക്ക് ശേഷം താങ്കൾക്ക് 1 കോടി രൂപ കിട്ടുന്നതായിരിക്കും. ഇവിടെ 5% വെച്ച് 7 കൊല്ലം അടയ്ക്കുകയാണ്. മൊത്തം 35 ലക്ഷം രൂപ അടവാകുന്നു. ഈ വരുന്ന അടുത്ത പോയിന്റാണ് ഈ ഓഫറിനെ മുട്ടയിടുന്ന സ്വർണ്ണക്കൊഴിയാക്കി മാറ്റുന്നത്. ഇങ്ങനെ സങ്കല്പിക്കൂ, ദൗർഭാഗ്യവശാൽ ആദ്യത്തെ ഒരു തവണ മാത്രം 5 ലക്ഷം അടയ്ക്കുന്നതിന് ശേഷം അതേ വർഷം തന്നെ താങ്കളുടെ മരണം സംഭവിക്കുന്നു. ഈ സിറ്റുവേഷനിൽ LIC ബാക്കിയുള്ള 6 കൊല്ലത്തെ 30 ലക്ഷം രൂപ അടയ്ക്കുന്നതായിരിക്കും. അതായത് 30 ലക്ഷം സ്വന്തം ചെലവിൽ നിന്ന് അടയ്ക്കുന്നതായിരിക്കും. കോൺട്രാക്ട് അനുസരിച്ച് 22 വർഷത്തിന് ശേഷം താങ്കളുടെ മക്കൾക്ക് 1 കോടി രൂപ കിട്ടും. കൂട്ടുകാരെ, എക്സൈറ്റഡ് ആവാൻ വരട്ടെ. താങ്കൾ ഒരു വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ഇവരുടെ കളി മനസ്സിലായി കാണത്തില്ല. നിങ്ങൾ ഒരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ ആകാം, അതുമല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാം, താങ്കൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുമാകാം. ഈ ഏജന്റിനോട് അടുത്ത എന്ത് ചോദ്യം ചോദിക്കണം എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണില്ല. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സ്കീം അല്ലെങ്കിൽ പദ്ധതി ശരിക്കും വാസ്തവമാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ 1 കോടി രൂപയുടെ പേയ്മെന്റിന്റെ ഗ്യാരണ്ടി നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? എങ്ങാനും മനുഷ്യൻ മരണപ്പെട്ടാൽ പോലും ഈ LIC ബാക്കിയുള്ള 30 ലക്ഷം എങ്ങനെ അടയ്ക്കും? ഈ പോളിസിയിൽ LIC എന്തോരം വരുമാനമുണ്ടാക്കും? താങ്കളും ഈ പോളിസിയുടെ കോപ്പി ചെയ്തിട്ട് 1 കോടിയിൽ മേൽ വരുമാനമുണ്ടാക്കാൻ സാധിക്കുമോ? ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്കീം LICയുടെ ഭാഗമാണ്, ഉറപ്പുള്ള പ്ലാനും കൂടിയാണ്. നിങ്ങൾക്ക് 7 വർഷം മാത്രമാണ് ഇവിടെ പ്രീമിയം അടയ്ക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ഈ കാണുന്ന എക്സൽ ഷീറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ കണക്കുകൾ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. ഈ സ്കീമിൽ നിങ്ങൾ ഇന്ന് 35 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ 22 വർഷം കഴിയുമ്പോൾ 1 കോടി രൂപ ലഭിക്കുന്നു. ഇതിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ IRR 5.6% മാത്രമാണ്. ഇന്ത്യയുടെ ആകത്തുള്ള ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിൽ 7% അതിൽ ഉയർന്ന റിട്ടേൺസ് ലഭിക്കുന്നത്. കൂടുതൽ എന്തിനു പറയണം, 20 വർഷങ്ങൾക്ക് മുമ്പ് 1 കിലോ സ്വർണത്തിന് 5 ലക്ഷം രൂപ വിലയുണ്ടായിരുന്നു. ഇന്ന് അത് 70 ലക്ഷമായി. അങ്ങനെ 20 വർഷങ്ങൾക്ക് മുമ്പ് 10 ലക്ഷം രൂപയുടെ മൂല്യം ഇന്നത്തെ കാലഘട്ടത്തിൽ 1 കോടി 40 ലക്ഷം രൂപയിലും കൂടുതലാണ്. ഇവിടെ 5ഓ 10ഓ അല്ല, പക്ഷേ 35 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ 35 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന കാര്യം സംസാരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ 5 ലക്ഷം രൂപ 10% റിട്ടേൺസ് നൽകുന്ന ഒരു വസ്തുവിൽ നിക്ഷേപിക്കുന്നു. അത് സ്വർണമോ മ്യൂച്വൽ ഫണ്ടോ ബിസിനസ്സോ എന്തുമായിക്കൊള്ളട്ടെ. ഇവിടെ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ 10% എന്ന് പറഞ്ഞാൽ 35 ലക്ഷത്തിന്മേൽ 22 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസ് 2 കോടി രൂപയാണ്. ഈ തുക എന്ന് പറയുന്നത് LIC ഉറപ്പു നൽകുന്ന ഗ്യാരണ്ടി തരുന്ന തുകയുടെ ഇരട്ടിയാണ്. ഇവിടെ നിങ്ങളെ ഒരു സ്വപ്നം കാണിച്ചിട്ടുണ്ട്. ഒരു സ്വപ്നമാണ് ഗ്യാരണ്ടിയുടെ പേരിൽ വിൽക്കുന്നത്. ഗ്യാരണ്ടിയും കോൺട്രാക്റ്റും ഉറപ്പും എന്നുള്ള ഒരു മുദ്ര കുത്തി അതിനുശേഷം നിങ്ങളെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രം അറിയിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ സംസ്ഥാനം അനുസരിച്ച് LIC ഏജന്റുമാർ പ്രതിമാസം ശരാശരി എത്ര കമ്മീഷൻ നേടുന്നു എന്നറിയാം. ഓർക്കുക, ഇത് സർക്കാർ തന്നെ ലോകസഭയിൽ പ്രസ്താവിച്ചതാണ്. ഒരു LIC ഏജന്റ് മാസത്തിൽ 10,000 മുതൽ 20,000 രൂപ വരെ നേടുന്നു.
മഹാരാഷ്ട്ര സംസ്ഥാനത്ത് 1,07,000 LIC ഏജന്റുമാർ പ്രതിമാസ ശരാശരി 14,930 രൂപ നേടുന്നു എന്ന് വെച്ചാൽ ഒരു മാസത്തെ കമ്മീഷൻ വരുമാനം 239 കോടി 84 ലക്ഷം രൂപയാകുന്നു. ഇത് എല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ നമ്മൾ LICയെ തരം താത്തി കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ LIC ഏജന്റിനെ പരിഹസിക്കുകയുമല്ല. നമ്മളിൽ പലർക്കും ഇതുപോലെ ഗ്യാരണ്ടിയും ഉറപ്പുമുള്ള പ്ലാൻ ആണ് ശരിക്കും വേണ്ടത്. LICയിൽ നിന്നും 5% ഭദ്രമായി റിട്ടേൺ ലഭിച്ചാൽ പലവർക്കും അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. ഭാവിയിൽ റിസ്ക് എടുത്ത് കിട്ടാൻ ചാൻസ് ഉള്ള 1-2 കോടിയേക്കാൾ ഭേദമാണ് 22 വർഷത്തിന് ശേഷം ഉറപ്പുള്ള 1 കോടി. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം പണമിടപാടുകളെ സ്വയം കൈകാര്യം ചെയ്യാൻ താല്പര്യവും കഴിവുമുള്ളവരോടാണ്. LICയിൽ നിന്നും 5% മാത്രമാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഈ പണം LICയുടെ അടുത്ത് കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പക്ഷേ സമ്പാദ്യം സ്വയം കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം അല്ലെങ്കിൽ സമയം പലരുടെയും പക്കലില്ല. അതിനുവേണ്ടി യാതൊരുവിധ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കൺസൾട്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണ്. അവരാണ് എങ്ങനെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% കിട്ടുന്ന തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ശരിയായ മാർഗം കാണിക്കുന്നത്. നമ്മൾ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാരാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 10% ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ 22 വർഷം കൊണ്ട് 1 കോടിയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള കൺസൾട്ടേഷൻ ഞങ്ങൾക്ക് നൽകാൻ കഴിയും. പക്ഷേ ഒരു ചെറിയ വ്യവസ്ഥ മാത്രം. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഉറപ്പ് ലഭിക്കില്ല. ഇതൊരു മാർക്കറ്റ് ലിങ്ക് പ്ലാൻ ആണ്, ഗ്യാരണ്ടിയുടെ പ്ലാൻ അല്ല. ഇന്ത്യയിൽ ഗ്യാരണ്ടി എന്ന പ്ലാൻ ആർക്കും വിൽക്കാൻ കഴിയില്ല. വിൽക്കുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺസ് ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തെക്കാളും താഴ്ന്നു കൊടുക്കാവൂ എന്ന ഒരു നിയമമുണ്ട്. ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പണമെല്ലാം നിങ്ങളുടെ തന്നെയുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ സുരക്ഷിതമായിരിക്കും. ഞങ്ങളെപ്പോലെയുള്ള സെബി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാർ ഫീസ് വാങ്ങി ഇമെയിൽ വഴി ഉപദേശം നൽകും. നിങ്ങളുടെ പണത്തെ തൊടാൻ നമ്മളില്ല. മറ്റൊരു കാര്യം, എല്ലാ കാര്യത്തിന്റെയും സെബി അംഗീകൃത എഗ്രിമെന്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു തന്നെ ബുദ്ധിമുട്ടോ പണസംബന്ധമായ ആശങ്കയോ ഉണ്ടാകില്ല. ഞങ്ങളുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ ഞങ്ങളെ ബന്ധപ്പെടുക.